ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ 15th ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് TB നോട്ടിഫിക്കേഷനാണ്. ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ NTPയുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ ചോദിക്കാം. സോ നമുക്ക് നോക്കാം. TB നോട്ടിഫിക്കേഷൻ റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് TB കേസസ് നോട്ടിഫൈഡ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം ഫോർ എ സ്പെസിഫൈഡ് പോപ്പുലേഷൻ യൂഷ്വലി പെർ ലാക്ക്. സോ TB നോട്ടിഫിക്കേഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? TB നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ TB ഉള്ള ഒരാളെ എന്ത് ചെയ്യണം, നമ്മളുടെ അറിവിലുണ്ടെങ്കിൽ അത് നമ്മുടെ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യണം. അതാണ് ഈ TB നോട്ടിഫിക്കേഷൻ. വെച്ചാൽ നോട്ടിഫൈബിൾ ഡിസീസാണ് എന്ത് TB എന്ന് പറയുന്നത്. ഇനി ഈ TB നോട്ടിഫിക്കേഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ അല്ലെങ്കിൽ സ്പെസിഫൈഡ് പോപ്പുലേഷനിൽ ഇവിടെ ഇപ്പം പെർ ലാക്കിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അണ്ടർ ഓരോ ലക്ഷം ആൾക്കാരുടെ ഇടയിലും എത്ര കേസസ് ആണ് ഉള്ളത്, അതും ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ എത്രത്തോളം TB കേസസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടോ, അതിനാണ് നമ്മൾ TB നോട്ടിഫിക്കേഷൻ റേറ്റ് എന്ന് പറയുന്നത്. TB നോട്ടിഫിക്കേഷൻ ഓഫ് എ സ്റ്റേറ്റ് ഓർ എ ഡിസ്ട്രിക്ട് ഇൻഡിക്കേറ്റ്സ് ഹൗ മെനി പേഴ്സൺസ് അഫക്റ്റഡ് ബൈ TB ഹാവ് ബീൻ ഡയഗ്നോസ്ഡ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്ട് ആൻഡ് റിപ്പോർട്ടഡ് അണ്ടർ ദ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം. അപ്പം ഒരാൾക്ക് ട്യൂബർക്കുലോസിസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ആളെ എന്ത് ചെയ്യണം? നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ TB നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ എത്ര പേര് TB അഫക്റ്റ് ആയിട്ടുണ്ട്, എത്ര പേര് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്റ്റേറ്റിൽ ഡിസ്ട്രിക്റ്റിൽ തന്നെ എത്ര പേര് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ TB നോട്ടിഫിക്കേഷൻ വഴി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി കാൽക്കുലേറ്റഡ് ആനുവലി ആൻഡ് ദ കാൽക്കുലേഷൻ ഫോർമുല ഈസ് ആസ് ഫോളോസ്. അപ്പോൾ എന്താണ്, വർഷത്തിലാണ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് TB നോട്ടിഫിക്കേഷൻ റേറ്റ്. ആൻഡ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമുലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് TB പേഷ്യൻസ് ഡയഗ്നോസ്ഡ് ആൻഡ് റിപ്പോർട്ടഡ് ഇൻ 1 year. എത്രത്തോളം ആൾക്കാർ ഒരു വർഷത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ, ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി ഏരിയ, ആ ഒരു ഏരിയയിലെ കംപ്ലീറ്റ് പോപ്പുലേഷൻ ഇൻറ്റു ലാക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ആനുവൽ TB കേസ് നോട്ടിഫിക്കേഷൻ റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഫോർമുല പഠിച്ചു വെക്കുക. The NTP calculate TB notification rate based on the TB episodes notified during a digital surveillance system called 𝗧𝗥𝗘𝗔. അപ്പം 𝗧𝗥𝗘𝗔 ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്? TB നോട്ടിഫിക്കേഷൻ റേറ്റ്സ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏതാണ് ആ ഡിജിറ്റൽ സർവെയിലൻസ് സിസ്റ്റം എന്ന് പറയുന്നത്? ഏതാണ്? 𝗧𝗥𝗘𝗔 ആണ്. ദെൻ ദർ ഇസ് എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. പോപ്പുലേഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് X ഈസ് 20 lakh. In 2022, the district has notified 2000 TB cases. Then the annual TB notification of the district for 2022 is calculated as എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ എന്താണ്? 2000 പേരാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ബൈ എത്രയുണ്ട് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്? 20 lakh ആണ്. ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 by 1 lakh population. If we have figures for a quarter, then multiply by 4 to get annualized TB notification rate. Now if the target of TB notification estimated for district was 3000 for 2022, then the district has achieved 2000 by 3000 into 100, that is 66.7% of the target notification. നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഫോർമുല തന്നെ ഇവർ പല എക്സാമ്പിൾസ് വെച്ചിട്ട് ഇവിടെ കുറച്ചും കൂടി ക്ലിയർ ആക്കി തന്നതാണിത്. അപ്പം അത് വലിയ കാര്യമായിട്ട് നോക്കണ്ട. നേരത്തെ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ റേറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നന്നായിട്ട് നോക്കി വെക്കുക. ഒരു ഏരിയയിൽ എത്ര TB എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ് TB നോട്ടിഫിക്കേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇതിൽ നോക്കേണ്ട ഒരു കാര്യം താഴെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ TB ആ ഒരു ഇപ്പം 2022 അവർ പറയുന്നു 20 ലക്ഷം ആൾക്കാർ പോപ്പുലേഷൻ ഉണ്ട്, അതിൽ 2000 പേർക്കുന്നുണ്ട് TB ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടൈമിൽ ഇപ്പോൾ ഈ 2022 ഇവർ പറയുന്ന എക്സാമ്പിൾ അനുസരിച്ച് 2022 അവരുടെ TB നോട്ടിഫിക്കേഷൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 3000 ആയിരുന്നെന്ന് വിചാരിക്കുക. അവിടെയുള്ള കേസ് എത്രയാണ്? 2000 ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് 2022 ആ ഒരു ഡിസ്ട്രിക്റ്റ് എന്ത് ചെയ്തു? 66.7% ടാർഗറ്റ് നോട്ടിഫിക്കേഷനാണ് അച്ചീവ് ചെയ്തത്. എന്ന് വെച്ചാൽ നമുക്ക് 2000 പേരാണ് ഇപ്പം നിലവിലുള്ളൂ അവിടെ TB ഉള്ളത്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് പറയുന്നത് എത്രയായിരുന്നു? 3000 ആയിരുന്നു. സോ 2000 ഡിവൈഡ് ബൈ 3000 ഇൻറ്റു 100, വിച്ച് ഈസ് 66.7% ഓഫ് ദ ടാർഗറ്റ് നോട്ടിഫിക്കേഷൻ ഈസ് അച്ചീവ്ഡ്. അപ്പം ആ പോയിൻറ്റും കൂടി ഒന്ന് ഓർത്ത് വെക്കുക.
Since 2012, TB is a notification disease in India, which means that all cases of TB diagnosed by many means, sputum examination, chest X-ray, or other laboratory radiological test or clinical judgment, have to be reported to the public health authorities in a specified format. The initiative has been implemented so as to estimate number of TB cases in the community more correctly. This would help policymakers to make rational and evidence-based planning with regard to strengthening of the existing infrastructure. Was diagnostic aids, therapeutic monitoring and supervision activities of human resources and scaling up TB control activities in the country. So ഇവിടെ പറയുന്നത് എന്താണ്, 2012 TB ഒരു നോട്ടിഫയബിൾ ഡിസീസ് ആയിട്ട് വരുന്നത് ഇന്ത്യയിൽ. ഓർത്ത് വെക്കുക, 2012 എന്ത് TB ഈസ് എ നോട്ടിഫയബിൾ ഡിസീസ് ആയിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കുന്നത് 2012. അപ്പം അതെന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്, ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ, അതിപ്പം സ്പുട്ടം മൈക്രോസ്കോപ്പിയോ ചെസ്റ്റ് എക്സ്റേയോ അങ്ങനെ ഏത് ടെസ്റ്റ് നടത്തിയിട്ടാണെങ്കിലും അതിൽ TB ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ആ ഒരു സ്പെസിഫൈഡ് അതോറിറ്റീസിനെ, പബ്ലിക് അതോറിറ്റിനെ എന്ത് ചെയ്യണം, അത് അറിയിച്ചിരിക്കണം. ഇനി ഈ ഒരു TB ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയിക്കാതിരിക്കുകയാണെങ്കിൽ എന്താണ്, അതും ഒരു കുറ്റമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പം നമ്മളിത് അറിയിക്കുന്ന വഴി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഏരിയയിലെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിലെ തന്നെ എത്ര TB കേസസ് ഉണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചും കൂടി കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇനി TB ഡിസീസ് എങ്ങനെ നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രെഡിങ് അല്ലെങ്കിൽ പ്രിവെൻറ്റേഷനൊക്കെ എങ്ങനെ നോക്കാം, ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇനിയും നമ്മുടെ ഓരോ പ്ലാനിങ് ചെയ്യണം, ഓരോ കാര്യങ്ങൾ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനും ചെയ്തു കൊടുക്കാനും വേണ്ടി സാധിക്കും. സോ ഇതിനൊക്കെ തന്നെ എന്ത് ചെയ്യണം, TB എന്ത് ചെയ്യണം, നമ്മളത് നോട്ടിഫൈ ചെയ്തിരിക്കണം എന്നാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്. Employment of multiple measures directed toward different stakeholders can be strategically implemented to intensify and fast-track the process of TB notification. The targeted interventions can be directed towards the following stakeholders. So, ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ആരൊക്കെ നമ്മളുടെ ഈ ഒരു TB നോട്ടിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പ്രോസസ്സ് ഫാസ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു TB നോട്ടിഫിക്കേഷൻ പ്രോസസ്സിൽ ആർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ നമുക്കിപ്പം ഡോക്ടേഴ്സ് അതുപോലെ തന്നെ പല ആൾക്കാരുണ്ടാവും അല്ലേ, ഈ TB ഉണ്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉള്ള ആൾക്കാർ, അവരെന്ത് ചെയ്യണം, അവർ ആ ഒരു TB നോട്ടിഫിക്കേഷൻ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കറക്റ്റായിട്ട് ആ ഒരു റേറ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു TB റേറ്റ് ആ പ്രോസസ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ്, private medical practitioners conducting sensation sessions in different aspects of TB diagnosis, treatment and notification involves more and more private practitioners in the treatment adherence scheme. Proactive collection of notification reports, including nil reports from private practitioners, and organizing monthly review meetings to monitor the process of notification. So private medical practitioners ഉണ്ടല്ലേ, ഇപ്പം ഇവരെന്ത് ചെയ്യണം, കൂടുതലായിട്ട് അവർക്ക് TB ഡയഗ്നോസിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെയും നോട്ടിഫിക്കേഷൻ്റെയും ഒക്കെ ഒരു സെഷൻസ് ആയിട്ട് അവർക്ക് കണ്ടക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അഡ്ഹറൻസിൽ കൂടുതലായിട്ട് പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട്സ് നമ്മൾ കളക്ട് ചെയ്യുകയും അതുപോലെ ഇവർക്ക് മന്ത്ലി റിവ്യൂ മീറ്റിംഗ്സും കൂടി ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രോസസ്സിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലി റിവ്യൂവും കൂടി മീറ്റിംഗ്സും കൂടി നടത്തണമെന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് ഈസ് ദ ബിൽഡിംഗ് പ്രാക്ടീഷണേഴ്സ് വിത്ത് മൾട്ടിപ്പിൾ ഏജൻസീസ് involved in the process of TB diagnosis, care and management. Establishing linkages with professional associates like Indian Medical Association, Indian Pharmaceutical Association and so on. Registration of all laboratories, hospital, clinic, nursing home and involving all government philanthropic organizations. TB ഡയഗ്നോസിങ് അല്ലെങ്കിൽ കെയർ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒന്ന് നോക്കുന്ന ഏജൻസീസ് ഉണ്ടാകും. അവരുമായിട്ട് എന്ത് ചെയ്യുക, പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക. അതുവഴി എന്ത് ചെയ്യും, അവർ TB ഉണ്ടെന്ന് കൺഫേം ചെയ്യുകയാണെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, TB നോട്ടിഫിക്കേഷൻ റേറ്റ് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ മെയിനായിട്ട് ഇവിടെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ കൊടുക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ ഇവരെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് വരുന്നത് ഫസ്റ്റ് പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആണ്. സെക്കൻഡ് പാർട്ട്ണർഷിപ്പ് വിത്ത് ഏജൻസീസ്, മൾട്ടിപ്പിൾ ഏജൻസീസുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വഴിയും TB നോട്ടിഫിക്കേഷൻ റേറ്റ് അറിയാൻ വേണ്ടി സാധിക്കും. ഇനി നെക്സ്റ്റ് തേർഡ് വരുന്ന മെഡിക്കൽ കോളേജസ് ഓർഗനൈസിങ് എ മന്ത്ലി ഓൺലൈൻ റിവ്യൂ ഓഫ് ദ
state task force committee with the mandatory feedback reinforcing about notification in academic teaching sessions and encouragement of undergraduate and പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ഫോർ അഡോപ്റ്റിംഗ് റിസർച്ച് വർക്ക്. സോ മെഡിക്കൽ കോളേജസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ടാസ്ക് ഫോഴ്സ് കമ്മിറ്റീസ് ഉണ്ടാവും. സോ അവിടെ എന്ത് ചെയ്യുക, അവർക്ക് മന്ത്ലി ഓൺലൈൻ റിവ്യൂ കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അക്കാദമിക് ടീച്ചിങ് സെഷൻസ് കൊടുക്കുക, ഈ TB നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് അതുപോലെ തന്നെ ഗ്രാജുവേഷനും അണ്ടർ ഗ്രാജുവേഷൻ സ്റ്റുഡൻസിനൊക്കെ എന്ത് ചെയ്യുക, റിസർച്ച് വർക്ക്സും കൂടി അഡോപ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ മെഡിക്കൽ കോളേജസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, TB നോട്ടിഫിക്കേഷൻ നമുക്ക് അറിയാനും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സ്റ്റുഡൻസിനൊക്കെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യാം. ദെൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇൻ്റർവെൻഷൻസ്, സെൻസേഷൻ ഓഫ് ജനറൽ കമ്മ്യൂണിറ്റി ഓർ പേഷ്യൻസ് ത്രൂ ഡിഫറെൻറ്റ് മാസ് മീഡിയ എയ്ഡ്സ് ആൻഡ് ഓർഗനൈസിംഗ് കൗൺസിലിംഗ് സെഷൻ ഫോർ പേഷ്യൻറ്റ് ബൈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അബൌട്ട് ദ നീഡ് ഓഫ് നോട്ടിഫിക്കേഷൻ. ദെൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് കൊടുക്കുക എന്ന് വെച്ചാൽ ഈ ജനറൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം നോട്ടിഫിക്കേഷൻ്റെ നീഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സോ അതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ദെൻ ഇന്നോവേഷൻസ് ഉണ്ട്, അഡോപ്ഷൻ ഓഫ് ഓൺലൈൻ റിപ്പോർട്ടിംഗ്, ഇൻറ്റൻസീവ് ഓർ റിവാർഡ്സ് ടു പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ഫോർ എൻകറേജിംഗ് നോട്ടിഫിക്കേഷൻ ആൻഡ് അഡോപ്ഷൻ ഓഫ് വൺ ഡിസ്ട്രിക്ട് ബൈ എവറി മെഡിക്കൽ കോളേജ് ടു മോണിറ്റർ ആൻഡ് സൂപ്പർവൈസ് നോട്ടിഫിക്കേഷൻ ആക്ടിവിറ്റീസ്. പിന്നെ ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഓൺലൈൻ റിപ്പോർട്ടിങ്. അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, റിവാർഡ്സും ഇൻസെൻറ്റീവും ഒക്കെ കൊടുത്തിട്ട് അവരെ കുറച്ചും കൂടി എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ അഡോപ്ഷൻ ഓഫ് വൺ ഡിസ്ട്രിക്ട് ബൈ എവറി മെഡിക്കൽ കോളേജ് ടു മോണിറ്റർ ആൻഡ് സൂപ്പർവൈസ് നോട്ടിഫിക്കേഷൻ ആക്ടിവിറ്റീസ്. അപ്പോൾ മെഡിക്കൽ കോളേജസ് ഓരോ ഡിസ്ട്രിക്റ്റിനെയും എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്തിട്ട് അവരെ മോണിറ്റർ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും കൂടി ചെയ്യുക, എന്തിന്, നോട്ടിഫിക്കേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. In conclusion, the Indian government decision to specify TB as a notifiable disease is a historical and a much awaited step in TB control activities. However, to obtain the desired results, program managers along with the healthcare workers have to work in an integrated and collaborative manner so that the burden of TB can be reduced in years to come. So, India ഗവൺമെൻറ് ഈ ഒരു TB ഡിസീസ് നോട്ടിഫൈ ചെയ്യണം എന്ന് പറയുന്ന വളരെയധികം ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു TB കൺട്രോൾ ആക്ടിവിറ്റീസിൽ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു TB എന്ന ഡിസീസ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാം മാനേജേഴ്സും അതുപോലെ ഹെൽത്ത് കെയർ വർക്കേഴ്സും ഒക്കെ വളരെയധികം നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, TBയുടെ ആ ഒരു ബേർഡൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി കൊടുത്തിരിക്കുന്ന കുറച്ച് കീ പോയിൻറ്റ്സ് ആണ് നോക്കാം. ഫസ്റ്റ്, ദ ഹെൽത്ത് അതോറിറ്റീസ് ഷുഡ് ബി notified of any TB case to assist the program managers in planning appropriate strategies to reduce the burden of the disease. So എന്ത് ചെയ്യാം, ഹെൽത്ത് അതോറിറ്റീസ് ഏതൊരു TB കേസ് വരുവാണെങ്കിലും അത് എന്ത് ചെയ്യണം, പ്രോഗ്രാം മാനേജേഴ്സിന് അത് നോട്ടിഫൈ ചെയ്തേക്കണം. സോ അതുവഴി അവർക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാനും പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ദെൻ സെക്കൻഡ്, എവറി ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ ദ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റൺ ഓർ മാനേജ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓർ ദ പ്രൈവറ്റ് സെക്ടർ ഷുഡ് നോട്ടിഫൈ പേഷ്യൻസ് ഹു ആർ ഡയഗ്നോസ്ഡ് വിത്ത് TB ഓർ ഹു ആർ ഇനിഷ്യേറ്റഡ് ഓൺ ആൻറ്റി-TB ട്രീറ്റ്മെൻറ്റ്. സോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ക്ലിനിക്കൽസ്, അതുപോലെ തന്നെ ക്ലിനിക്കുള്ളവർ, അത് ഗവൺമെൻറ് ക്ലിനിക് ആയാലും അതുപോലെ പ്രൈവറ്റ് സെക്ടറിലുള്ളതാണെങ്കിലും, അപ്പം അതിൽ വരുന്ന പേഷ്യൻസ് TB ആയിട്ട് ഡയഗ്നോസ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ആൻറ്റി-TB ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം, നോട്ടിഫൈ ചെയ്തിരിക്കണം. ദെൻ ദ തേർഡ്, ദ നോഡൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ഷുഡ് ബി നോട്ടിഫൈഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. സോ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട. എന്ത് ചെയ്യണം, നോഡൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയിൽ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നോട്ടിഫൈ ചെയ്തിരിക്കണം എന്ന് പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഈ പഠിച്ച് ലാസ്റ്റ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ആരൊക്കെയാണ് TB നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ആൾക്കാരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, പ്രൈവറ്റ് അതോറിറ്റീസ് ഉണ്ടാവും, പബ്ലിക് അതോറിറ്റീസ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും, അങ്ങനെ പ്രാക്ടീഷണേഴ്സ് ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക ആരൊക്കെയാണുള്ളത്. അപ്പം ഇതിൽ ഇല്ലാത്ത ഒരാളെയും കൂടി അതിൽ ആഡ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, അത് മാത്രമല്ല ചിലപ്പം ഓൾ ഓഫ് ദി എബവ് എന്നുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെ ഉണ്ടാവും. അപ്പം ഏതൊക്കെ ആൾക്കാർക്ക് റിപ്പോർട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാം, നമുക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ഒരു TB നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും ഈ ഒരു ഡിസീസ് നോട്ടിഫൈ ചെയ്ത് കൊടുക്കാം, അത് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ആരൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പം ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു മീഡിയ എന്ന് പറയുന്നത് ഏതാണ്, റിപ്പോർട്ട് ചെയ്യേണ്ടത് നിക്ഷയ വഴിയാണ് എന്നുള്ള കാര്യം കൂടി ഇതിൽ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ,
സോ ഇതുവരെ നമ്മൾ പഠിച്ചത് NTPയുടെ സൈറ്റിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് കുറച്ച് ജനറൽ കാര്യങ്ങളും കൂടി TB നോട്ടിഫിക്കേഷൻ എന്ന ഒരു ടോപ്പിക്കിൽ നോക്കാം. TB notification is the process of reporting diagnosed or treated TB patients to the national or the local health authorities. അപ്പം TB notification എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റിപ്പോർട്ടിംഗ് ദ TB പേഷ്യൻസിനെ എങ്ങോട്ടേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ്? നാഷണൽ അല്ലെങ്കിൽ ലോക്കൽ ഹെൽത്ത് അതോറിറ്റീസിന് എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ TB നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് TB നോട്ടിഫിക്കേഷൻ ആണ് പറയുന്നത്. എനേബിൾസ് പബ്ലിക് ഹെൽത്ത് ആക്ഷൻ സച്ച് ആസ് ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേഷൻ, കോൺടാക്ട് ട്രേസിംഗ് ആൻഡ് കീമോപ്രൊഫൈലാലിസിസ്. ദെൻ ഫെസിലിറ്റൈസ് മോണിറ്ററിംഗ് and evaluation of TB control programs, help in identifying areas with a high TB prevalence, supports research and development of new TB diagnostic and ട്രീറ്റ്മെൻറ്റ്സ്. സോ എന്തൊക്കെയാണ് ഈ TB നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പബ്ലിക് ഹെൽത്ത് ആക്ഷൻസ് എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യേഷൻ, കോൺടാക്ട് ട്രേസിംഗ്, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുറച്ചും കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വേഗത്തിലാകാൻ വേണ്ടി ഈ ഒരു TB നോട്ടിഫിക്കേഷൻ സഹായിക്കും. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മുടെ TB കൺട്രോൾ പ്രോഗ്രാംസിനെ മോണിറ്ററേഷനും അതുപോലെ ഇവാലുവേഷനും TB നോട്ടിഫിക്കേഷൻ വളരെയധികം ഉപകാരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ലോണം TB റേറ്റ്സ് കൂടുതലുള്ള ഏരിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ റിസർച്ചിനും അതുപോലെ തന്നെ എന്താണ് പുതിയ TB ട്രീറ്റ്മെൻറ്റും ഡയഗ്നോസ്റ്റിക് സ്ട്രക്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു സപ്പോർട്ട് നൽകാനും ഈ ഒരു TB നോട്ടിഫിക്കേഷൻ വഴി നമുക്ക് സാധിക്കും. ടൈപ്സ് ഓഫ് TB നോട്ടിഫിക്കേഷൻ. ഫസ്റ്റ് പാസീവ് നോട്ടിഫിക്കേഷൻ ആൻഡ് ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ. രണ്ട് ടൈപ്സ് ഓഫ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് പാസീവ് നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് റിപ്പോർട്ട് TB കേസ് ടു ഹെൽത്ത് അതോറിറ്റീസ്. ആൻഡ് ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ ഹെൽത്ത് അതോറിറ്റീസ് ആക്റ്റീവ്ലി സെർച്ച് ഫോർ ആൻഡ് റിപ്പോർട്ട് TB കേസസ്. എന്ന് വെച്ചാൽ എന്താണ്? പാസീവ് നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ടാവും അല്ലേ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹെൽത്ത് അതോറിറ്റീസിന് TB കേസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഈ പാസീവ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ഹെൽത്ത് അതോറിറ്റീസ് തന്നെ സെർച്ച് ചെയ്ത് TB കേസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്? ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം രണ്ട് ടൈപ്സ് ഉണ്ട്, പാസീവും അതുപോലെ തന്നെ എന്താണ് ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ. ദെൻ TB നോട്ടിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് TB നോട്ടിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റ് diagnosis. TB is diagnosed through symptoms, chest x-ray, sputum smear microscopy or other diagnostic test. ഫസ്റ്റ് എന്താണ്? ഈ ഒരു TB ഡിസീസ് ഉണ്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണ്. ഡയഗ്നോസിസ് ചെയ്യുന്ന സംഭവങ്ങളാണ് സിംറ്റംസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ചെസ്റ്റ് എക്സ്റേ, സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡയഗ്നോസ് ചെയ്യുകയാണ് TB. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്താണ്? റിപ്പോർട്ട് ചെയ്യുകയാണ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് റിപ്പോർട്ട് TB കേസസ് ടു ദ നാഷണൽ ഓർ ദ ലോക്കൽ ഹെൽത്ത് അതോറിറ്റീസ്. അപ്പോൾ എന്താണ്? TB ഉണ്ട് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യാണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അതപ്പം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈനും രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ റിപ്പോർട്ടിംഗ് എന്താണ്? നാഷണൽ ഓർ ലോക്കൽ ഹെൽത്ത് അതോറിറ്റീസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ത്രൂ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ സിസ്റ്റം. ദെൻ തേർഡ് വൺ ആണ് ദ രജിസ്ട്രേഷൻ. റിപ്പോർട്ട് TB കേസസ് ആർ രജിസ്റ്റേർഡ് ഇൻ ദ നാഷണൽ ഓർ ദ ലോക്കൽ TB രജിസ്ട്രി. അപ്പം TB രജിസ്ട്രിയിലേക്ക് എന്താ ചെയ്ത് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് വൺ ഈസ് എ വെരിഫിക്കേഷൻ. റിപ്പോർട്ട് TB കേസ് ആർ വെരിഫൈഡ് ഫോർ അക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ്. അപ്പം റിപ്പോർട്ട് ചെയ്ത TB കേസസ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അത് ശരിക്കും ഉള്ളതാണോ എന്ന് നമ്മൾ വെരിഫിക്കേഷനും കൂടി ചെയ്യുന്നുണ്ട്. ഫോർത്ത്. സോ ഇത്രയാണ് TB നോട്ടിഫിക്കേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യുക, സെക്കൻഡ് അത് റിപ്പോർട്ട് ചെയ്യുക, തേർഡ് രജിസ്ട്രേഷൻ ചെയ്യുക ആൻഡ് ഫോർത്ത് വെരിഫിക്കേഷൻ. എങ്ങനെയാണ് TB നോട്ടിഫിക്കേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് TB നോട്ടിഫിക്കേഷൻ ഫോമിനെ പറ്റിയാണ്. TB01 ഫോം ആൻഡ് TB04 ഫോം ഉണ്ട്. രണ്ട് ഫോം ഉണ്ട്. 01 ഫോം എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ റിപ്പോർട്ടിംഗ് ന്യൂ TB കേസസ് ആൻഡ് 04 ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇത് റിപ്പോർട്ട് TB ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് TB04 ഫോം യൂസ് ചെയ്യുന്നത്. സോ TB നോട്ടിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഫോമിൻ്റെ കാര്യം മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഫോംസ് എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ട. രണ്ട് ഫോംസാണ് ഉള്ളത്, TB01 ഫോമും അതുപോലെ തന്നെ 04 ഫോം ഉണ്ട്. 01 ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയ TB കേസസ് റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ 04 ഫോമിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ TB നോട്ടിഫിക്കേഷൻ സിസ്റ്റം ഏതൊക്കെയാണ് സിസ്റ്റംസ് ഉള്ളത്? നമ്മൾ നിക്ഷയെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പം നിക്ഷയാണ് മെയിനായിട്ട് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് നിക്ഷയിലാണ്. സോ നിക്ഷയ് ഇന്ത്യാസ് ഓൺലൈൻ TB നോട്ടിഫിക്കേഷൻ സിസ്റ്റമാണ് എന്ത്? നിക്ഷയ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിക്ഷയ് എന്ന് പറയുന്നതാണ് ഇന്ത്യാസ് ഓൺലൈൻ TB നോട്ടിഫിക്കേഷൻ സിസ്റ്റമാണ് നിക്ഷയ്. ദെൻ ദ TB HIV
ഓൺലൈൻ റിപ്പോർട്ടിംഗ് സിസ്റ്റം യൂസ്ഡ് ഫോർ റിപ്പോർട്ടിംഗ് TB HIV co-infection കേസസ്. സോ ഇതിൽ TB HIV ഓൺലൈൻ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഓൾറെഡി TB HIV കോമോഡിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പം TB HIV എന്താണ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ TB HIV റിപ്പോർട്ടിംഗ് സിസ്റ്റം കൂടി ഉണ്ട്. അപ്പോൾ അതിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, TB HIV co-infection കേസസ് അതിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് രണ്ട് നോട്ടിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. TB ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻ സിസ്റ്റം. ഒന്ന് TB തന്നെ നോട്ടിഫൈ ചെയ്യുക, ഒന്ന് TB ആൻഡ് HIV രണ്ടും കൂടി ഉള്ളത് നമ്മൾ നോട്ടിഫൈ ചെയ്യുക. അതാണ് നിക്ഷയും അതുപോലെ തന്നെ TB HIV ഓൺലൈൻ റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ് രണ്ടാമത്തത്. നെക്സ്റ്റ്, ദ ചാലഞ്ചസ് ഇൻ TB നോട്ടിഫിക്കേഷൻ, അണ്ടർ റിപ്പോർട്ടിംഗ്, ഇന്നാക്യുറേറ്റ് റിപ്പോർട്ടിംഗ്, ഡിലേസ് ഇൻ റിപ്പോർട്ടിംഗ്. അപ്പം നമ്മൾ TB നോട്ടിഫിക്കേഷനിൽ കുറച്ച് ചാലഞ്ചസും കൂടി നേരിടുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണ് അണ്ടർ റിപ്പോർട്ടിംഗ്. TB കേസസ് മെ നോട്ട് ബി റിപ്പോർട്ടഡ് ഡ്യൂ ടു വേരിയസ് റീസൺസ് സച്ച് ആസ് ലാക്ക് ഓഫ് അവയർനെസ്, സ്റ്റിഗ്മ ഓർ ഇൻഅഡിക്വേറ്റ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ എന്താണ്, റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതാണ് ഈ അണ്ടർ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം അറിയുന്നുണ്ടാവില്ല, അങ്ങനെ ഒരു കാരണം. അതുപോലെ തന്നെ സ്റ്റിഗ്മ കൊണ്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് എന്താ ചിലപ്പം TB ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു ഡിസീസ് ആയിരിക്കും, അത് TB ആയിട്ട് നമ്മൾ TB ആണെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള കേസസ് എന്ന് വെച്ചാൽ കറക്റ്റ് TB ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലുണ്ടാകുന്നത്. പിന്നെ അതുപോലെ ഈ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം നല്ല രീതിയിലായിരിക്കത്തില്ല ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കാരണം നമുക്ക് എന്താ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകാം. ഇനി ഇന്നാക്യുറേറ്റ് റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ TB കേസസ് മിസ് റിപ്പോർട്ടഡ് ഓർ മിസ് ക്ലാസിഫൈഡ് എന്ന് വെച്ചാൽ വേറൊരു ഡിസീസാണ്, പക്ഷെ അതെന്താണ് TBയിൽ വന്നിട്ട് അത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കറക്റ്റ് ഒരു അക്യൂറസി ഇല്ലാത്ത രീതിയിൽ TB നോട്ടിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. പിന്നെ മറ്റൊരു ചാലഞ്ചസ് എന്ന് പറയുന്നത് ഡിലേസ് ഇൻ റിപ്പോർട്ടിംഗ്. TB കേസസ് മെ നോട്ട് ബി റിപ്പോർട്ടഡ് ഇൻ എ ടൈംലി മാനർ. അപ്പോൾ എന്താണ്, TB ആണെന്ന് അത് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതാണ് ഈ ഡിലേ വരുന്നത്. ആ റിപ്പോർട്ടിങ്ങിൽ ഒരു ഡിലേ വന്നിട്ട് കൃത്യം ഒരു ടൈമിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോവുകയാണ്. Next, strategies to improve TB notification. Strengthening healthcare infrastructure, improving access to healthcare services and diagnostic facilities, increasing awareness, educating healthcare providers and general public about the importance of TB notification, simplifying reporting process, making the reporting process easier and more efficient, provide incentives, offering incentives to healthcare providers for reporting TB cases. So TB കേസ് നോട്ടിഫിക്കേഷൻ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ചാലഞ്ചസ് നേരിടുന്നുണ്ടെന്നല്ലേ. അപ്പം അതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി അത് എഫക്റ്റീവ് ആയ രീതിയിൽ മാറ്റുക എന്നാണ് ഇവിടെ സ്ട്രാറ്റജീസ് പറയുന്നത്. അപ്പം ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് അവയർനെസ് കൊടുക്കുക. ഇങ്ങനെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനൊക്കെ അവർക്ക് വേണ്ടി എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ കൗൺസിലിംഗും ഒക്കെ കൊടുക്കുക. ഇങ്ങനെ ഒരു TB നോട്ടിഫൈബിൾ ഡിസീസ് ആണെന്നുള്ള കാര്യത്തിനെ പറ്റിയുള്ള ഒരു അവയർനെസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ റിപ്പോർട്ടിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആക്കി മാറ്റുക. സോ TB റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എളുപ്പമാക്കുന്നത് വഴി എന്തായിരിക്കും, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഫോർത്ത് പറയുന്നത് വെച്ചാൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് TB റിപ്പോർട്ട് ചെയ്യുന്നതിന് അവർക്ക് എന്താ ഇൻസെൻറ്റീവ്സ് ഒക്കെ ഓഫർ ചെയ്യുക. അപ്പോൾ അതുവഴിയും അവർ കറക്റ്റായിട്ട് അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും അവർ കൂടി കൊടുക്കുന്നത്. TB നോട്ടിഫിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസാണ് ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് എന്താണ്, ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യാം. സെക്കൻഡ്, ഇൻക്രീസ് അവയർനെസ്. ദെൻ സിംപ്ലിഫൈ ദ റിപ്പോർട്ടിംഗ് പ്രോസസ് ആൻഡ് പ്രൊവൈഡ് ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് TB നോട്ടിഫിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ TB നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക്കായിരുന്നു, പക്ഷേ എങ്കിലും TB ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് TB നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.